ആരോടെങ്കിലും സോറി പറഞ്ഞിട്ടുണ്ടോ? പേഴ്സണലായിട്ട് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. പല കമ്പനികളിലും വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്ന സമയത്ത് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള വ്യക്തികളോടൊക്കെ ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോരാറ് പതിവ്. ഇങ്ങനെ നമ്മൾ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായി, ഗുഡ് മാനേഴ്സിന്റെ ഭാഗമായിട്ട് റെസ്പെക്റ്റോട് കൂടി സോറി പറയുന്നതിന് നമുക്ക് പറയാം കേഴ്സി അപ്പോളജി എന്ന് പറയും. ഇതുപോലെ വല്ല അനുഭവങ്ങളും എന്റെ ലൈഫിൽ ഞാൻ ഈ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തവരുമായിട്ട് ഡീപ്പ് കണക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് സോറി പറയേണ്ടി വരാറില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഒരു കുട്ടി എന്നെ കാലിട്ട് തട്ടി വീഴ്ത്താൻ നോക്കി. പക്ഷെ ആ കുട്ടിയെ വീണത് ടീച്ചർ വന്ന് കണ്ടപ്പോൾ ഞാനാണെന്ന് ചോദിച്ചാൽ എന്നോട് സോറി പറയാൻ പറഞ്ഞു. ഞാൻ വളരെ ദേഷ്യത്തിൽ, മനസ്സിൽ നിറച്ച് ദേഷ്യം വെച്ചിട്ട് പുറത്തേക്ക് സോറി പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സോറി പറയുന്നതിന് ഹോളോ അപ്പോളജി എന്ന് പറയാം. അപ്പൊ ആത്മാർത്ഥമായിട്ട് പറയുന്നതിന് സിൻസിയർ അപ്പോളജി. പിന്നെ സെലിബ്രിറ്റീസ് ഒക്കെ പബ്ലിക്കായിട്ട് മാപ്പ് പറയാറില്ലേ, അതിന് പബ്ലിക് അപ്പോളജി. ചില ആളുകളുണ്ടല്ലോ, അവരെ തെറ്റ് ചെയ്തതെന്ന്, എതിർ പാർട്ടികളാണ് തെറ്റ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സോറി പറയും. സോറി, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്ന് പറയും. അങ്ങനെ പറയുന്നതാണ് ഡിഫെൻസീവ് അപ്പോളജി. നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സോറി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ലൈഫിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലേ. കാരണം ഞങ്ങള് 30 years ഒക്കെ ആയി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ അന്നും സോറി ഉണ്ടായിരുന്നില്ലേ സത്യത്തില്. അതുകൊണ്ട് ഞങ്ങള് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ഓക്കെ, ശരി, ബൈ.